ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് ഇൻക്ലൂസീവ്നെസ് ഉള്ള ഒരു സ്ഥലമാണ്. അതായത് ഏതു മനുഷ്യരെയും സ്വീകരിക്കാനുള്ള മനോഭാവം. യൂറോപ്പിൽ പൊതുവെ ക്രിസ്ത്യൻ ദേവാലയങ്ങൾ എല്ലാ മനുഷ്യരെയും ജാതി മതഭേദമന്യേ സ്വീകരിക്കുന്ന സ്ഥലങ്ങളാണ്. ചരിത്രത്തെയും സംസ്കാരങ്ങളെയും പ്രതിനിധീകരിക്കുന്ന ഇത്തരമൊരു ദേവാലയമാണ് നമ്മളിവിടെ കാണുന്നത്. ഇവിടെ പ്രൊട്ടസ്റ്റന്റ് ദേവാലയങ്ങളും കത്തോലിക്ക ദേവാലയങ്ങളും കാഴ്ചയിലും ഘടനയിലും കുറച്ച് വ്യത്യാസം ഉണ്ട് എങ്കിലും എല്ലാ മനുഷ്യരെയും ഇൻക്ലൂഡ് ചെയ്യുന്ന അല്ലെങ്കിൽ സ്വീകരിക്കുന്ന സ്ഥലങ്ങളാണ്. ജർമ്മനിയിലെ അതിമനോഹരമായ മൊൻഷാവ് എന്ന പട്ടണത്തിലുള്ള ഒരു ദേവാലയത്തിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്തുകൊണ്ടുള്ള ഒരു കുറിപ്പാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് പങ്കുവയ്ക്കുന്നത്. ജാതി, മതം, രാഷ്ട്രീയം, സാമ്പത്തിക സ്ഥിതി, നിറം, വിദ്യാഭ്യാസം ഈ മേഖലകളിലെല്ലാം വളരെയധികം വിവേചനം ഉള്ള നാട്ടിൽ നിന്ന് വന്ന ആളെന്ന നിലയ്ക്ക് ഈ വരികൾ എന്നെ വല്ലാതെ ആകർഷിച്ചു. നിങ്ങൾ തനിച്ച് ജീവിക്കുന്ന ആളാണോ, വിവാഹിതനാണോ, വിവാഹമോചനം കഴിഞ്ഞതാണോ, വൈധവ്യത്തിൽ കഴിയുന്ന ആളാണോ, എങ്ങനെയായാലും നിങ്ങൾക്ക് ഇവിടേക്ക് സ്വാഗതം. നിങ്ങൾ ഹോമോസെക്ഷലാണോ, കൺഫ്യൂസ്ഡ് ആയിട്ടുള്ള ഒരാളാണോ, മുടിഞ്ഞ കാശുള്ള ആളാണോ, ഉദാസീനനാണോ, പിച്ചക്കാരനാണോ, എങ്ങനെ ജീവിക്കുന്ന ആളായാലും നിങ്ങൾക്ക് ഇവിടേക്ക് സ്വാഗതം. നിങ്ങൾ പാവറോട്ടിയെ പോലെ ഒരു വലിയ പാട്ടുകാരനാണോ, വെറും മൂളിപ്പാട്ടുകാരനാണോ, ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റ് ഇതിലെ വന്നതാണോ, ഇപ്പോൾ ജയിലിൽ നിന്ന് ഇറങ്ങിയുള്ളോ, അതൊന്നും ഞങ്ങൾക്ക് പ്രശ്നമല്ല. നിങ്ങൾക്ക് ഇവിടേക്ക് സ്വാഗതം. നിൻ്റെ അമ്മ സ്ട്രോങ് ഫിസിക്കുള്ള ആളാണോ, നിൻ്റെ അപ്പൻ ഫുട്ബോൾ താരമാണോ, പട്ടിണി അനുഭവിക്കുന്ന കലാകാരനാണോ നീ, മരങ്ങളെ കെട്ടിപ്പിടിക്കുന്ന പ്രകൃതി സ്നേഹിയാണോ നീ ഒരു കാപ്പി കുടിയനാണോ, നിങ്ങളിപ്പോൾ ഡി അഡിക്ഷൻ ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്ന ആളാണോ, അതോ നിങ്ങൾക്ക് ഇപ്പോഴും അഡിക്ഷൻ ഉണ്ടോ, നിങ്ങൾ ടാറ്റു ചെയ്ത ആളാണോ, പിയേഴ്സിംഗ് ഉള്ള ആളാണോ, അതോ ഇത് രണ്ടുമുണ്ടോ, ഇതൊന്നുമില്ലാത്ത ആളാണോ, നിങ്ങൾ പ്രാർത്ഥന ആവശ്യമുള്ള ആളാണോ, എന്തായാലും നിങ്ങൾക്ക് ഇവിടേക്ക് സ്വാഗതം. നീ തൊഴിൽ രഹിതനാണോ, എഴുത്തും വായനയും ഇല്ലാത്ത ആളാണോ, ഭൂമി ഉരുണ്ടതാണെന്ന് വിശ്വസിക്കാത്ത ആളാണോ നീ, ജീവിതത്തിൽ തകർന്നവനാണോ നീ, ജങ്ക് ഫുഡ് കഴിക്കുന്ന ആളാണോ, സസ്യബുക്കാണോ, നീ ക്രിസ്ത്യാനിയാണോ, ഓർഗനൈസ്ഡ് റിലീജിയനിൽ വിശ്വാസമില്ലാത്ത ആളാണോ, കാൻറ്റർബറിയിലെ ബിഷപ്പാണോ, നീ ബാല്യം മുതൽക്കേ തന്നെ മതവിശ്വാസം അരച്ചു കലക്കി കുടിച്ചു വളർന്ന ആളാണോ, നീ കഴിഞ്ഞ 10 വർഷമായി ഒരേ പള്ളിയിൽ തന്നെ ക്രിസ്മസ് ആഘോഷങ്ങളിൽ പങ്കെടുക്കുന്ന ആളാണോ, 60 വയസ്സ് കഴിഞ്ഞിട്ടും പക്വതയില്ലാത്ത ആളാണോ, കഷ്ടപ്പെട്ട് ജീവിക്കുന്ന ഒരു യുവാവാണോ, വഴി തെറ്റി ഇവിടെ വന്നതാണോ, എന്തായാലും നിങ്ങൾക്ക് സ്വാഗതം. നീ നിൻ്റെ അമ്മാമ്മയെ സന്ദർശിക്കാൻ ഈ പട്ടണത്തിൽ വന്നപ്പോൾ ഇവിടെ യാദൃച്ഛികമായി കയറിയതാണോ, അതോ ഐഫൽ മലനിരകളിൽ കയറുന്നതിനിടയിൽ അറിയാതെ ഇവിടെ ലാൻഡ് ചെയ്തതാണോ, എന്തായാലും നിങ്ങൾക്ക് സ്വാഗതം. ഈ വരികൾ എഴുതിയിരിക്കുന്നത് ഇംഗ്ലണ്ടിലെ